ഹലോ, ഇതാണ് ഇരുമ്പൻപുളി കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇനി ഇരുമ്പൻപുളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് കമൻറ്റ് ചെയ്തേരെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊരു കറി വെച്ചാലോ? അപ്പോൾ അങ്കമാലി മാങ്ങക്കറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അത് മാങ്ങ, ഇത് ഇരുമ്പൻപുളി കേട്ടോ. സെയിം തന്നെയല്ല, മാങ്ങ മാറി പകരം ഈ സാധനം ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കറി വെക്കാം കേട്ടോ. അമ്മയ്ക്ക് ഇത് എവിടെ നിന്നോ കിട്ടിയതാണ്. എവിടെ നിന്നല്ല, അമ്മയുടെ ഒരു കൂട്ടുകാരി കൊണ്ടേ കൊടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് അച്ചാറിട്ടു, പിന്നെ ഇത് കറിയും വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ സവാള, ചെറുള്ളി ഉണ്ടെങ്കിൽ അതിടാം. ഞങ്ങളുടെ കയ്യിൽ ചെറുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സവാളയിൽ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എങ്ങനെയായാലും ടേസ്റ്റൊക്കെ കണക്കൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കണക്കെന്ന് വെച്ചാൽ സോറി അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേട്ടാ. നമ്മുടെ ടേസ്റ്റ് അടിപൊളിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത്. അങ്ങനെ സവാള, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില അതൊക്കെ എടുത്ത് കഴുകി എടുത്ത് വെച്ചു. പിന്നെ തേങ്ങ പൊതിച്ചുകൊണ്ട് വന്നു. തേങ്ങാപ്പാൽ എടുക്കണമല്ലോ. അങ്ങനെ ഇത് കഴുകി വെച്ചണയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്തുട്ടായിരുന്നു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഓൾറെഡി കരിവേപ്പില കിടക്കുന്നുണ്ടല്ലോ, ചൊറുക്ക, വിനീഗർ എന്നും പറയും, അതിടുക. പിന്നെ ഉപ്പിടാൻ മറക്കല്ലേ, ഉപ്പിടണം. പിന്നെ പച്ച വെളിച്ചെണ്ണ ഇതും കൂടി ഇടുക. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മുക. കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മുക. എനിക്ക് ഒരുപാട് നന്നായിട്ട് തിരുമ്മാൻ പറ്റില്ല, കാരണം എൻ്റെ കൈ ഈ മുളക് പൊടിയും പച്ചമുളകിൻ്റെയൊക്കെ ആകുമ്പോൾ കൈ പുകയാൻ തുടങ്ങും. പിന്നെ അന്നത്തെ ദിവസം പോക്കാവും കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ തിരുമ്മി. പിന്നെ ഇത് തിരുമ്മി കഴിയുമ്പോൾ ഇതിൻ്റെ പോകാൻ വേണ്ടി നമ്മുടെ മറ്റേ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അതിട്ട് കൈ കഴുകുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി പറ്റിക്കഴിഞ്ഞാൽ പുകച്ചിൽ അധികം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇത് തിരുമ്മി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നമ്മുടെ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ പാലൊക്കെ പിഴിഞ്ഞു. ഒന്നാം പാലെടുത്തു, രണ്ടാം പാലെടുത്തു. പക്ഷേ ഈ തേങ്ങയ്ക്ക് പാൽ ഇച്ചിരി കുറവായിരുന്നേ, കട്ടി കുറവാണ് കേട്ടോ പാലിന്. അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ കറി അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ ഇവിടെ സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ പാലും കൊണ്ടല്ല, പാൽപ്പൊടി ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊണ്ടാണ് അമ്മയ്ക്ക് പെട്ടെന്നൊരു സേമിയ പായസം കഴിക്കാനൊരു വാക്കൂള്. അപ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി എല്ലാം വെച്ചു. പിന്നെ എനിക്ക് തോന്നി സേമിയ പായസം ഉണ്ടല്ലോ, അപ്പോൾ എനിക്കൊരു ബോളി തിന്നാൻ എനിക്കൊരു വാക്കൂള്. അപ്പം ഞാൻ നേരെ നമ്മുടെ അന്നപൂർണ്ണ ഹോട്ടലിലേക്ക് പോയി. 6 എണ്ണം 110 രൂപ. കുഴപ്പമില്ല, നല്ലതായിരുന്നു, കുഴപ്പമില്ല. നമുക്ക് വാക്കൂളൊക്കെ പെട്ടെന്ന് തീർക്കാവുന്നുള്ള അത്രേ ഉള്ളൂ. വാക്കോളെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയ ലേഡീസിന് മാത്രമല്ലല്ലോ വാക്കോളുള്ള, നമുക്കും പെട്ടെന്ന് അങ്ങനെയൊക്കെ കഴിക്കാനൊരു തോന്നൽ വരുമല്ലോ. അങ്ങനെ നമ്മുടെ കറി ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ബോളിയും പായസമൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. എൻ്റെ ദൈവമേ, അടിപൊളി, സ്വർഗ്ഗം എന്ന് തന്നെ പറയാം. വൃത്തിയാവും കേട്ടോ കണ്ടിട്ട് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കറി താളിക്കാൻ വേണ്ടി വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള കൊത്തി അരിഞ്ഞിട്ട് പിന്നെ വറ്റൽമുളക് ഇട്ടു. വറ്റൽമുളക് എന്ന് പറയും, കൊല്ലമുളക് എന്ന് പറയും, ചുമന്ന മുളക് എന്നൊക്കെ പറയും ഇതിനെ. സംഭവം എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് അങ്ങോട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ പിന്നെ അപ്പോഴത്തേക്കും കറിയൊക്കെ ഒന്ന് കുറുകി വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ കറി ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു.